ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകങ്ങൾ 38-39. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യൻ ജനാർദ്ദന. ശ്രീഹരേ നമ. യദപിന പശ്യന്തി, ഒന്നും തന്നെ കാണുന്നില്ലെങ്കിലും, ലോഭോപഹത ചേതസഃ, കൈയടക്കിയ മുതൽ ലോഭം കൊണ്ട് അവകാശികൾക്ക് വിട്ടുകൊടുക്കാതെ ദുഷിച്ച മനസ്സോടുകൂടി കുലക്ഷയകൃതം ദോഷം, കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും മിത്രദ്രോഹ പാതകം ച, മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പാപത്തെയും കഥം ന ജ്ഞേയം, അറിയാതിരിക്കുന്നത് എങ്ങനെ, പ്രപശ്യദ്ഭി അസ്മാഭി, നമ്മൾ വ്യക്തമായി കാണുന്ന അസ്മാൻ പാപാദി, പാപത്തിൽ നിന്ന് നിവർത്തിയതും പിൻവാങ്ങുന്നതിന്, കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും കൈയടക്കിയ മുതൽ അവകാശപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കാതെ ലോഭം കൊണ്ട് ചതിയുള്ള മനസ്സോടെ ദുര്യോധനാദികൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് കൊണ്ടുള്ള ദോഷത്തെയും പാതകത്തെയും അവർ കാണുന്നില്ലെങ്കിലും ദോഷം വ്യക്തമായി നമ്മൾ കാണുന്നു. അപ്രകാരം ഈ പാപത്തിൽ നിന്നും പിന്മാറാതിരിക്കുന്നത് എങ്ങനെ? കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ഭീകരമായ നാശനഷ്ടങ്ങൾ അർജുനൻ ഒരു വലിയ ബുദ്ധിമാനെ പോലെ ശ്രീകൃഷ്ണനെ തുടരെ കാണിച്ചു കൊടുക്കുകയാണ്. ഭഗവാൻ ഓരോ ഉപദേശത്തിൽ കൂടി അർജുനെ യുദ്ധം ചെയ്യാനായിട്ട് പ്രാപ്തനാക്കുകയാണ്. സുഖദുഃഖാദികളും ലാഭനഷ്ടാദികളും ജയവും പരാജയവും എല്ലാം സമമായി കാണുക. അല്ലയോ അർജുന, പിന്നീട് യുദ്ധത്തിന് ഒരുങ്ങുക. അപ്പോൾ പിന്നെ പാപമൊന്നും നിന്നെ ബാധിക്കില്ല. ഫലാസക്തി കൂടാതെ കർമ്മബന്ധ വിമുക്തനായി ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക അർജുന. അപ്പോഴും അർജുന് വീണ്ടും വിഷമം തീരുന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ഭഗവാൻ അർജുനെ അടുത്ത ശ്ലോകങ്ങളിലും കൂടെ വ്യക്തമാക്കി കൊടുത്ത് നല്ല കാര്യം ചെയ്യണം. കാരണം അധർമ്മികളെ നശിപ്പിക്കുന്നതിൽ തെറ്റില്ല. അവരെ ഈ ഭൂലോകത്തു നിന്നും മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ അധർമ്മം വീണ്ടും പെരുകും. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.